ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ആക്കറേൻ അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുകയും ഷെയർ ആക്കുകയും മറക്കണം. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുമോ. അപ്പോൾ ഞാൻ എന്താ ഇത്ര വലിയൊരു കോളിഫ്ലവർ എടുത്തത്. സാധാരണ വലിയുണ്ട് ഈ ഒരു കോളിഫ്ലവർ കണ്ടില്ലെങ്കിൽ ഇത്ര ഉണ്ടോ. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് കട്ടാക്കിയിട്ട് നിങ്ങൾ ഇതൊരു തില്നേരം ചൂട് തണ്ണിയിൽ ഉപ്പും മഞ്ഞളുടെ പൊടി ഇട്ട് വെക്കണം. അപ്പോൾ ഇത് കട്ടാക്കി എടുത്തിൽ പിന്നെ തില്യാരമേ ഉപ്പിടുമോ ഉപ്പും മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് ചൂട് തണ്ണിയിൽ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ചെറിയ പുലുവെല്ലാം ഉണ്ടെങ്കിൽ അത് ചെത്ത് പോകുന്നു വേനായിട്ട് അതിൽ പിന്നെ ഞങ്ങൾ നോർമൽ വാട്ടറിൽ ഒരു 2-3 ബട്ട് ചന്ത കൽകിയുടെ എടുത്തെങ്കിത്ത് കൽകി എടുത്തിൽ പിന്നെ തെളിനേരം ഇത് അരിപ്പിലിട്ട് വെക്കണം. അതിൽ തണ്ണി കൊതിരാ തണ്ണി ഇല്ലാണ്ടിതാ ഇതുപോലെ അതിൽ പിന്നെ ചെറിയാക്കിയിട്ട് ഇത് കട്ടാക്കി എടുക്കണം. പൊടിയാക്കി കട്ടാക്കി എടുക്കണം. കണ്ടില്ലെങ്കിൽ എത്ര ചെറിയാക്കിയിട്ടുണ്ട് ചെറിയാക്കി കട്ടാക്കി എത്തി ചുമ വലുതാക്കിയിട്ട് കട്ടാക്കണ്ട. അതിൽ പിന്നെ ഞങ്ങൾ അതിക്ക് ഉപ്പും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും ഇഞ്ചും വെല്ലുള്ളി രണ്ടും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയത് ഇതുപോലെ ചന്ത എല്ലാ പക്കത്തും ഈ ഒരു മഞ്ഞളുടെ ഇഞ്ചി വെല്ലുള്ളിയും പിന്നെ ഉപ്പും അതെല്ലാം എത്തണം. അതുപോലെ നല്ല മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് ഇട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഇതുക്ക് വേണേ ഇഞ്ചി വെല്ലുള്ളി ഇത്ര ഇഞ്ചി വെല്ലുള്ളി രണ്ടും കൂടി ഇത്ര എടുത്തേ ഒരു വെല്ലുള്ളി ഫുൾ എടുത്തേ ഇതിൽ വെല്ലുള്ളി പിന്നെ അതുപോലെ ഇഞ്ചി എല്ലാം ആറിയിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇഞ്ചി ചുമ എടുത്തിട്ടില്ല കണ്ടില്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തേ വെല്ലുള്ളി ഇതിൽ ആറിയിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് കട്ടാക്കി എടുക്കണം. ഞാൻ പൊടിയായിട്ടൊന്ന് കട്ടാക്കി എടുക്കണം. അപ്പോൾ ഇഞ്ചും വെല്ലുള്ളി ഇതുപോലെ പൊടിയായിട്ട് കട്ടാക്കി എടുത്തേ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 3.5 ടേബിൾ സ്പൂണും കോൺഫ്ലോറും 3.5 ടേബിൾ സ്പൂൺ മൈദ രണ്ടും ഒരേ അളവിൽ എടുക്കേ. വലിയ സ്പൂണിൽ 3.5 സ്പൂൺ അങ്ങനെ എടുപ്പിച്ചിട്ട് എടുത്തെങ്കിട്ട് അതിൽ പിന്നെ ടേസ്റ്റ് പിന്നെ എത്ര ഉപ്പ് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി തിൽ യാറിട്ടിട്ടെങ്കിൽ യാരോ ഇടാം അല്ലെങ്കിൽ കുരുടി ബീനുണ്ടെങ്കിൽ കുരുടി ബീനുണ്ടില്ല കാരക്കില്ല ഇത് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് തണ്ണി വീത്തിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ബാറ്റർ ചുമ ഗട്ടിയാവുകത്തീരാ ചുമ തെളുപ്പാവുതീരാ ചുമ ഗട്ടിയായെങ്കിൽ ഇതിൽ കോട്ടിങ്ങെല്ലാം നല്ല ഗട്ടിയായിട്ടിരിക്കുക ദളത്തിലേക്കിട്ട് അപ്പോൾ നല്ലാവില്ല. അത് ഈ ഒരു അന്താജിൽ മയോ കണ്ടില്ലെങ്കിൽ ഇതുപോലെ ഇത്ര ഗട്ടിയിൽ പിന്നെ ബാറ്റർ ഇതിനെ കാട്ടി ലൂസാവും തീരാ. അതിൽ പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ച കോളിഫ്ലവർ ഇട്ടിട്ട് ഇതിൽ നല്ല മിക്സ് ആക്കി എടുക്കണം. എല്ലാ ഈ ഒരു കോളിഫ്ലവർക്കും എല്ലാം ഇതെടുക്കണം. ഈ ബാറ്ററി എത്തണോ അതുപോലെ ചന്ത മിക്സ് ആക്കിയിട്ട് കണ്ടില്ലെങ്കിൽ നല്ല അതിൽ കോട്ടായിട്ട് വരണം. നല്ല മിക്സ് ആയിട്ട് കോട്ടിങ് എല്ലാം കറക്റ്റ് ആയിട്ട് ഈ ഒരു അന്തജിൽ നിങ്ങൾ ആക്കറിയെങ്കിൽ അതിൽ പിന്നെ നല്ല ചൂടായ എണ്ണ കിട്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ ആക്കണമെങ്കിൽ ഇടുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ഒട്ടിಗೆ മുദ്ദ ഇടണ്ട. ഓരോന്നും ഇങ്ങനെ ಬೇರೆ ആയിട്ട് ഇട്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നത് ഇല്ലെങ്കിൽ എല്ലാം ഒട്ടിಗೆ മുദ്ദ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഒട്ടിಗೆ മുദ്ദയായിട്ട് ഇട്ടെങ്കിൽ അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടെങ്കിൽ ഇതുപോലെ ഇട്ടിൽ പിന്നെ ഞങ്ങൾ ഇട്ടിട്ട് അപ്പമേ ഞങ്ങൾ ഇങ്ങനെ മിക്സ് ആക്കുക അടിമേലൊക്കെ എന്ത് പോണ്ട. ഒരു സൈഡ് ആയിൽ പിന്നെ ഞങ്ങൾ തിരിച്ചിട്ടെങ്കിട്ട് കാഞ്ഞോൽ പിന്നെ ഞങ്ങൾ തിരിച്ചിട്ടെങ്കിട്ട് അല്ലെങ്കിൽ പിന്നെ എണ്ണ കുടിക്കരുത് അങ്ങനെ എല്ലാം ഇക്കരുത്. അപ്പോൾ അത് കൊണ്ടിട്ട് ഒരു സൈഡ് ആവട്ടെ ആയിൽ പിന്നെ ഞങ്ങൾ സ്പൂണിൽ ഇതുപോലെ അപ്പുറം തിരിച്ചിട്ട് കൊടുത്തെങ്കിട്ട് അപ്പോൾ ഇതാ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ എടുക്കുകയാണ് നല്ല ഫ്രൈ ആയിട്ട്. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ ഞങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കത്തില്ല. തെല്ല് തീബേൻ ഇതുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കറിങ്ങ് ഞങ്ങൾ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അതേപോലെ എണ്ണ കുടിക്കില്ല. ചെറിയ തീയിൽ ബേക്കറിങ് ക്രിസ്പി ആവില്ല പിന്നെ എണ്ണ കുടിക്കുക അങ്ങനെ എല്ലാവരും തെല്ല് തീബേനും തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തെങ്കിട്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ബാച്ച് ഫ്രൈ ആക്കി എടുത്തേ ബാക്കി ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തെങ്കിട്ട്. അപ്പോൾ കണ്ടല്ലേ കോട്ടിങ്ങെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നത് ചുമ ഓവറായിട്ട് ചുമ ദളത്തിലുള്ള കോട്ടിങ്ങും അല്ല തിന്നായിട്ടുള്ളതും അല്ല ഇങ്ങനെ തെളുപ്പുലും അല്ല നല്ല കറക്റ്റായിട്ടുള്ള കോട്ടിങ് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തെങ്കിട്ട് അതിൽ പിന്നെ അതെല്ലാം ഫ്രൈ ആക്കി എടുത്തിൽ പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ആക്കിയില്ല അതേ ഓയിൽ ബീത്തി കൊടുക്കുക. അതൊരു 2-3 സ്പൂൺ ഞങ്ങൾ ബേനെത്ര നോക്കിയിട്ട് ബീത്തി കൊടുക്കുറോ. അതിൽ പിന്നെ ഞങ്ങൾ കട്ടാക്കി വെച്ച് ഇഞ്ചി വെല്ലുള്ളി അതെല്ലാം ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുള്ളത് ഇത് വെച്ചിട്ട് അതിൽ നല്ല ഒന്ന് ഫ്രൈ ആവും വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ കളറായിട്ട് പറഞ്ഞു ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ബാക്കി ഞങ്ങൾ ഇട്ടെങ്കിട്ട് കരിപ്പാട്ടണ്ട നോക്കിയുള്ളവർ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ല കാഞ്ഞോട്ട് വരുമ്പോൾ ಅದಕ್ಕೆ ഞങ്ങൾ ഒരു നീരുള്ളി അവിടെ ശരിയാക്കിയിട്ട് കട്ടാക്കിയത് പിന്നെ അതിലൊട്ടിക്ക് ഒരു 3-4 നല്ല കാരമുള്ള ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തേ. ഞങ്ങൾ നീരുള്ളി ക്യൂബ്സ് ആയിട്ട് കട്ടാക്കിയെങ്കിൽ അങ്ങനെയാവും. ഞാനിപ്പോൾ പൊടിയായിട്ട് കട്ടാക്കി എടുത്തേ
അപ്പോൾ അത് ചുമ കായനോട്ടില്ല നീരുള്ളിയെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ തില്ല് മിക്സ് ആക്കുമ്പോൾ അതിലൊട്ടിക്ക് ഒരു ക്യാപ്സിക്കം അങ്ങനെ ഞാൻ ചെറിയാക്കി കട്ടാക്കിയിട്ട് നിങ്ങൾ ബേനുണ്ടായും വലിയ ക്യൂബ്സ് ആക്കിയിട്ട് അങ്ങനെ ഇട്ടെങ്കിൽ അങ്ങനെ ആവും അപ്പോൾ അതും അങ്ങനെ ഒന്ന് അടിമേലാക്കിയിട്ട് അതിലൊട്ടിക്ക് ഞങ്ങൾ ടൊമാറ്റോ സോസ് അതേപോലെ ചില്ലി സോസും കഴിഞ്ഞ് ചില്ലി സോസ് ഇടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ಇಲ್ಲ ಅಂತ ಅದಕ್ಕೊಂದು ಇಟ್ಟಿಲ್ಲ ನಾನು 3-3.5 ಟೀಸ್ಪೂನ್ ಹತ್ರ ಟೊಮೆಟೊ ಸೋಸ್ ಇಟ್ಟು ಕೊಡ್ತಾರೆ ಅದ್ರ ಕಟ್ಟಿ ತಿಳಿ ಯಾರ ಸೋಯಾ ಸೋസും ಬೇರೆ ನನಗೆ ನಾನು ಕೂಡ ಲೈಟ್ ಸೋಯಾ ಸೋಸ್ എടുത്തേ നിങ്ങൾ ಬೇರೆ ಟೈಮ್ ಡಾರ್ಕ್ ಸೋಯಾ ಸೋಸ್ ಬಿತ್ತರೆಂಗೆ ಅದು ಆവും അപ്പോൾ സോയ സോസ് അದ್ರ കട്ടി തെല്ലി ಯಾರ ಬೇನು ಟೇಸ್ಟ್ നോക്കിയിട്ട് ഈ സോസ് എല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക ಬೇನಿಗೆ ಯಾರ ಬೇನುಂಟೆ ಯಾರ ಬೇಯ್ತಾ ಅದು നോക്കിയോളൂ നിങ്ങൾ അതിൽ പിന്നെ 1 കപ്പ് തണ്ണി വിത്തി കൊടുത്തേ തണ്ണി വിത്തി ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് സോസിലെ ഉപ്പ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മണ്ട് വേറെ എക്സ്ട്രാ ಬೇನುಂಟಿಲ್ಲ നല്ല മുളക് പൊടി വേണമെങ്കിൽ അതും ഇടാം ഇപ്പോൾ പച്ചമുളക് നല്ല കാറുണ്ടോ അതിൽ പിന്നെ തെല്ല് മുളക് പൊടി ഇട്ട് കൊടുക്കറേ അപ്പോൾ നല്ല മുളക് പൊടി ಇದಕ್ಕೆ ഇട്ടിട്ടില്ല നിങ്ങൾ ಬೇನೆಗೆ നോക്കിയിട്ട് ഇട്ടുള്ളൂ അപ്പോൾ മുളക് പൊടി അതുപോലെ നിങ്ങൾ ಬೇನೆ എത്ര കാറ് നോക്കിയിട്ട് ಬೇನೆ പോലെ ഇട്ട് കൊടുക്കറു ഞാനിപ്പോൾ തെല്ല് ഇട്ട് കൊടുത്തേ അതെല്ലാം ഇട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് തണ്ണിൽ നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ಇದಕ್ಕೆ പോയി 1 ടേബിൾ സ്പൂൺ ചെന്നാൽ ഫുള്ളായിട്ട് വേണ്ട ഇങ്ങനെ ലെവലാക്കിയിട്ട് എടുത്തെങ്കിൽ ആയിട്ടാ അപ്പോൾ അതും ഇതിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഇതിപ്പോൾ തിക്കായിട്ട് പണ്ടിതാ ഇതുപോലെ ഇനിയിപ്പോൾ ഞങ്ങൾ കോളിഫ്ലവർ ಇದಕ್ಕೆ ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തെങ്കിൽ ആയിട്ടാ പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾ കളർ ಬೇನುಂಟಾയെങ്കിൽ ഈ ടൈമിൽ കളർ ഇട്ട് കൊടുത്തെങ്കിൽ ആയിട്ട് ಬೇನಿಗೆ ರೆಡ್ കളറിൽ ಬೇನುಂಟು ರೆಡ್ കളർ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല റെഡായിട്ട് കിട്ടും ഞാനിപ്പോൾ കളർ ഇട്ടിട്ടില്ല നിങ്ങൾ ಬೇನಿಗೆ ഇട്ട് കൊടുക്കറു അപ്പോൾ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തേ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ലാസ്റ്റായിട്ട് ഞങ്ങൾ തെല് കൊത്തമ്പരി സൊಪ್ಪು അതേപോലെ ഞങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ തെല് സ്പ്രിംഗ് ഓണിയനും കൊത്തമ്പരി സൊಪ್ಪು ഇട്ട് കൊടുക്കുക നല്ല മിക്സ് ആക്കി എടുത്ത് ഞങ്ങൾ ഇന്നത്തെ ഗോബി മഞ്ചൂരിയൻ കൂടെ റെഡി ആയിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല ഗ്രേവിയോട് കൂടെ ಬೇನುಂಟುണ്ടെങ്കിൽ ഞങ്ങൾ തണ്ണി തെല്ലി ആരവിത്തെ ചില റെസ്റ്റോറൻറ്റിലെല്ലാം ഞങ്ങൾ അങ്ങനെ കിട്ടറ് നല്ല ഗ്രേവിയോട് കിട്ടറ് ഇപ്പോൾ ഇത് ഗ്രേവി ഇല്ലല്ലോ ഗ്രേവിയോട് ಬೇನುಂಟು ഞാൻ ചെന്ന പോലെ തണ്ണി തെല്ലി ആരബിത്തിങ്ങിട്ട് അപ്പോൾ തെല്ലി ലൂസായിട്ട് ഞങ്ങൾ ചപ്പാത്തി അല്ലെങ്കിൽ കറി പോലെ ಬೇನುಂಟು അങ്ങനെ ആക്കുക അതും നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് അപ്പോൾ ഇതാ ഇന്നത്തെ ഞങ്ങൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഗോബി മഞ്ചൂരിയൻ കൂടെ റെഡി ആയിട്ട് അപ്പോൾ നിങ്ങൾ ആക്കി നോക്കറോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇതിൻ്റെ മേൽഗണത്തിൽ ബെൽത്തെല്ലാം ഇട്ട് കൊടുക്കറേ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കറോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും വരിക്കറേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കറോ കമൻറ്റ് ആക്കറോ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കറോ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അത്ര മുട്ടമയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കറോ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും